ടി എം പ്രതാപനെ എല്ലാം വർദ്ധിച്ച് ടി എം പ്രതാപൻ ഞങ്ങളുടെ പ്രവർത്തകനെയാണ് വർദ്ധിച്ച്. ഇവര് സ്ഥാനാർത്ഥിക്കൊപ്പം കോൺഗ്രസിന്റെ സകല ആളുകളും കൂടി പോളിംഗ് ബൂത്തിന്റെ ഉള്ളിൽ കയറാൻ ശ്രമിച്ച സമയത്ത് ഞങ്ങളുടെ പ്രവർത്തകർ സ്വാഭാവികമായിട്ട് കാൻഡിഡേറ്റിന് പോകാം, കാൻഡിഡേറ്റിന് മാത്രമാണ് പോകാൻ പെർമിഷൻ ഉള്ളത്. മറ്റുള്ള പ്രവർത്തകർക്ക് പോളിംഗ് ബൂത്തിന്റെ ഉള്ളിൽ പോകാൻ സാധ്യമല്ല. അപ്പൊ അത് പോകരുത് എന്നൊരു പ്രവർത്തകൻ, അയാൾ ഒറ്റയ്ക്കാണ്, അല്ല മറ്റു പ്രവർത്തകരൊന്നുമില്ല, ആ ഒരു പ്രവർത്തകൻ ഒറ്റയ്ക്ക് പറഞ്ഞു കാൻഡിഡേറ്റിന് പോകാം, മറ്റുള്ള ആളുകൾ കൂടെ പോകാൻ പാടില്ല എന്ന് ന്യായമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞ സമയത്ത് കാൻഡിഡേറ്റിന് കൂടെ വന്നിട്ടുള്ള ആളുകളൊക്കെ കൂടിയിട്ട് ഞങ്ങളുടെ പ്രവർത്തകനെ മർദ്ദിക്കുകയാണ് ചെയ്തത്. അപ്പോ ആ മർദ്ദിക്കപ്പെട്ട പ്രവർത്തകനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് പകരം പോലീസ് അയാളെ പിടിച്ച് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതൊരു നീതികേടാണ്. ഇങ്ങനെ പോലീസ് പോളിംഗ് ബൂത്തിൽ വിസിറ്റ് എന്ന പ്രതാപൻ ഒരു 10-15 ആളുകളുമായിട്ടാണ് പോളിംഗ് ബൂത്തിൽ കയറാൻ ശ്രമിച്ചത്. അതില് നിരവധിയായിട്ടുള്ള കേസുകളുടെ പ്രതികളുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ പറഞ്ഞു സ്ഥാനാർത്ഥിക്ക് മാത്രം പോളിംഗ് ബൂത്തിന്റെ ഉള്ളിൽ പോകാൻ അവകാശമുള്ളൂ, ഇങ്ങനെ കൂട്ടത്തോടു കൂടി പോളിംഗ് ബൂത്തിൽ പോകാൻ പാടില്ല എന്ന് ന്യായമായിട്ടുള്ള ഒരു കാര്യം ഞങ്ങളുടെ പ്രവർത്തകൻ പറഞ്ഞ സമയത്ത് ഈ കൂടെ വന്നിട്ടുള്ള ഗുണ്ടകളും എല്ലാവരും കൂടി ആ പ്രവർത്തകനെ വളഞ്ഞിട്ട് ആക്രമിച്ചു. അപ്പൊ ആ പ്രവർത്തകനെ ഞങ്ങളുടെ പ്രവർത്തകർ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് പോലീസ് ആ പ്രവർത്തകനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോവാണ്. ആക്രമിക്കപ്പെട്ടത് ഞങ്ങളുടെ പ്രവർത്തകരാണ്. കസ്റ്റഡിയിൽ എടുക്കേണ്ടത് ആക്രമിച്ചവരെയാണ്. ടി എം പ്രതാപനെയും കൂട്ടാളികളെയാണ് കസ്റ്റഡിയിൽ എടുക്കേണ്ടത്. അതിന് പകരം ആക്രമിക്കപ്പെട്ട പ്രവർത്തകനെ ഏകപക്ഷീയമായിട്ട് പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടെടുക്കണം. അതിനുള്ള പ്രതിഷേധമാണ് ഞങ്ങൾ പ്രകടിപ്പിച്ച്. ഇവിടെ പോലീസ് ഏകപക്ഷീയമാണ്. പ്രതാപന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി പ്രതാപനെ കോലൂത്ത് നടത്താണ് ഇവിടുത്തെ പോലീസുകാർ. വാടാനപ്പള്ളി സംഭവത്തിൽ അതാണ് ഉണ്ടായത്, ഇപ്പോഴാണ് ഉണ്ടായത്. ഒരു CI ആണ് ഈ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാക്കിയത്. അയാൾ കൃത്യമായിട്ട് പ്രതാപന്റെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അയാള് നിയമം അട്ടിമറിക്കുകയാണ്. ഇവരെ വേലി തന്നെ വളവിൽ നിന്നാണ് നമ്മൾ കാണുന്നത്. പോലീസ് വാഹനമൊന്നും തടഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പ്രവർത്തകനെ അകാരണമായിട്ട് കസ്റ്റഡിയിൽ എടുക്കുന്നതിന്റെ പ്രതിഷേധമാണ് പ്രവർത്തകർ പ്രകടിപ്പിച്ചത്. അല്ലാതെ വേറെ തരത്തിലുള്ള ഒരു അത് സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധമല്ലേ. ഒരു പ്രവർത്തകനെ അകാരണമായിട്ട് കസ്റ്റഡിയിൽ എടുത്താൽ ആർജവമുള്ള പാർട്ടി പ്രവർത്തകർ പ്രതിരോധിക്കില്ലേ? അത്രയേ ഉള്ളൂ. അല്ലാതെ പോലീസിനെ കൈകാര്യം ചെയ്യുന്ന പ്രശ്നമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ പ്രശ്നം പോലീസായിട്ടല്ല, ഇവിടെ പ്രശ്നം പ്രതാപനും കോൺഗ്രസുമായിട്ടാണ്. ഈ പ്രതാപൻ അനാവശ്യമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഇതുപോലുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു കാൻഡിഡേറ്റ് ഒരിക്കലും ഒരു ഇലക്ഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആളല്ല. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടവരാണ് സ്ഥാനാർത്ഥികൾ. ഇത് സ്ഥാനാർത്ഥി തന്നെ പ്രശ്നങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ എത്രാമത്തെ സംഭവമാണ് ഈ മണലൂർ മണ്ഡലത്തിൽ ഈ ടി എം പ്രതാപൻ പോകുന്ന എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളാണല്ലോ. മറ്റു സ്ഥാനാർത്ഥികൾ ഇവിടെ ഇല്ലേ? അവരും പോകുന്ന സ്ഥലത്ത് ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലോ. പ്രതാപൻ പോകുന്ന എല്ലാ സ്ഥലത്തും കുറെ ഗുണ്ടകളായിട്ടാണ് നടക്കുന്നത്. കുറെ കൊലക്കേസ് പ്രതികൾ, കുറെ ഗുണ്ടകള്, കുറെ തീവ്രവാദികളായിട്ടാണ് നടക്കുന്നത്. അത് പോളിംഗ് വിസിറ്റ് നടത്തേണ്ടത് കൂടെയുള്ള ആളുകളെ തടഞ്ഞാണ് അല്ലെ? അല്ല, പ്രതാപന്റെ കൂടെ കുറെ ആളുകള് ഒരു ജാഥയായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് പോവാണ്. കാൻഡിഡേറ്റിന് മാത്രമാണ് പോളിംഗ് ബൂത്തിൽ പോകാനുള്ള അവകാശം. അതിനാണ് പാസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഈ പാസ്സുള്ള ആൾക്ക് മാത്രമാണ് പോളിംഗ് ബൂത്തിന്റെ ഉള്ളിൽ കിടക്കാൻ സാധിക്കുക. ഒരു 10-15 ആൾക്കാരില്ലേ? നിങ്ങൾ വേണ്ടില്ലേ? അപ്പൊ ഞാൻ പോളിംഗ് ബൂത്തിൽ വിസിറ്റ് നടത്തുന്നത് ഞാൻ ഒറ്റയ്ക്കല്ലേ? ഞാൻ 10-15 ഗുണ്ടകളായിട്ടാണ് പോളിംഗ് ബൂത്തിൽ വിസിറ്റ് നടത്തുന്നത്. ഈ പാസ്സുള്ള ആൾക്ക് മാത്രമാണ് ഉള്ളിക്ക് കയറാൻ സാധിക്കുക. അപ്പൊ ഒരു പ്രവർത്തകൻ അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അയാളെ മർദ്ദിക്കുന്നതാണോ നീതി? ഇനി മർദ്ദിച്ചു, അയാളെ അഡ്മിറ്റ് ചെയ്യല്ലേ വേണ്ടത്? അതിന് പകരം അയാളെ പോലീസ് ബലം പ്രയോഗിച്ച് കൊണ്ടുപോവുക. ഇവിടെ പോലീസ് വെറും പ്രതാപന്റെ ചട്ടുകയായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.